ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ജയകുമാറ. ഇന്നേ എൻ്റെ കിളിക്കുഞ്ഞുങ്ങളുടെയൊക്കെ തീറ്റ തീർന്നായിരുന്നു. അപ്പോൾ അതൊന്ന് മേടിക്കാനായിട്ട് ഞങ്ങൾ പത്തനംതിട്ട പോയി. പത്തനംതിട്ട ചെന്ന് കഴിഞ്ഞപ്പോൾ അതിഗംഭീരമായിട്ട് എന്തോ രസമെന്നറിയോ, എന്തെല്ലാം ഐറ്റങ്ങളായിരിക്കുന്ന അറിയോ. ഞാൻ അതുകൊണ്ട് ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ജയകുമാറ. ഞാൻ എൻ്റെ കിളിക്ക് തിര മേടിക്കാൻ വന്നു. അപ്പോൾ അവിടുത്തെ കടയിൽ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് വിഡോ, വൈറ്റ് വിഡോ. ഇത് ഒരുപാടുണ്ട് കണ്ടോ, ആ കൂട്ടത്തോട് കിടക്കുന്നത്. അതിൻ്റെ പേരും വിഡോ എന്നാണ്. നല്ല രസമുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടത്തേക്ക് ഇനി 3-4 മീനെ എനിക്ക് മേടിച്ചു തന്നെ എൻ്റെ ടാങ്കിനകത്തൊക്കെ ഇടാനായിട്ട്. 3-4 അല്ല, അതെല്ലാം അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട മൊത്തം അവിടെ കിടക്കുന്ന കിളികളെ മേടിക്കണം. ഇതൊക്കെ കോഴിക്കാർപ്പുകളാണ് കേട്ടോ. കോഴിക്കാർപ്പുണ്ട്, ഒരുപാട് ഐറ്റം മീനുണ്ട്. ഇതിൻ്റെ ഒന്നും പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതൊക്കെ വൈറ്റ് ഷാർക്ക്, ഇതും കോഴിക്കാർപ്പാണ്. ഇതൊക്കെ പല ഇനമാണ് കേട്ടോ. ഇതിന് ഓരോ ഇഞ്ചിന് ഇതിൻ്റെ വില. ഞാൻ വില ചോദിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ടാങ്ക് 3-4 ഉണ്ട്. അതിനകത്തല്ല കുറച്ച് മീനെ കൊണ്ടിടണം. ഇങ്ങനെ വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ രീതി ഇടണം. എൻ്റെ ടാങ്ക് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഇപ്പം ഉണക്കായി കഴിയുമ്പോഴത്തേനും നമുക്ക് വെള്ളത്തിന് ഇച്ചിരി ഷോർട്ടേജായി. അല്ല വണ്ടിക്ക് കൊണ്ടിടണം. അതുകൊണ്ട് പിന്നെ മീനൊന്നും നീ ഇപ്പം എൻ്റെ ഒരു കിളിക്കൂട് മൊത്തത്തിൽ ഫ്രീ ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിപ്പോൾ ഒരു 10 ലവേഴ്സും എല്ലാം 2 കിളിയേ ഉള്ളൂ. അതിനകത്ത് എങ്ങനെ വലിയൊരു 100 കിളിയെ ഇടാവുന്ന ഒരു കൂടാണ്. അതിനകത്ത് ഇത് നിറയ്ക്കണം എനിക്ക്. അതുകൊണ്ട് ഉദ്ദേശിച്ചൊക്കെയാ ചെന്ന് കയറിയത്. അന്നേരം ഒരു പാമ്പ് ഇരിക്കുന്നത് കണ്ടോ, ബ്ലാക്ക് മെമ്പേ നല്ല. അതിന് വേറെ എന്തോ ഒരു പേരാ, ഞാൻ ചുമ്മാ പറഞ്ഞെന്നുള്ളൂ. ബ്ലാക്ക് മെമ്പേന്ന് കേട്ടോ. അതിൻ്റെ മേളിൽ കണ്ട ഒരു പെരുപ്പാമ്പ് പോലിരുന്നു പാമ്പ് കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ പേരൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ വണ്ടിയാണ് റോഡ് ഇട്ടിട്ടായിരുന്നു പോയത്. അതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ വന്ന് പെറ്റിയിട്ട് വന്ന് പറഞ്ഞു വണ്ടി മാറ്റാൻ പറഞ്ഞിട്ട് റോഡെ കിടക്കുന്നു. വന്നു കഴിഞ്ഞ് പിന്നെ വണ്ടി മാറ്റി. ഇത് ആമയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ പുറകെ പോയതുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ടൊന്നും പിടിക്കാൻ പറ്റിയില്ല. എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടാം. സമയം കിട്ടിയില്ല. സമയം കിട്ടുമ്പോൾ ഇനി പോയേ പറ്റും. അതിന് വേണ്ടി പോകാം. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നിടത്താണ്. ഇവിടെ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതിനകത്ത് എലി ടൈപ്പ് എന്തോ ഒരു ഇതാണ് കിടക്കുന്നത്. എൻ്റെ മേളിൽ മുള്ളംപന്നി, കൊച്ചു മുള്ളംപന്നി ഉണ്ടല്ലോ, അതാണ്. ഇതിൻ്റെയൊന്നും വിലയൊന്നും ചോദിച്ചില്ല. ഇതിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിച്ച് ഞാൻ എല്ലാവർക്കും ഇട്ട് തരാം കേട്ടോ. ഇവിടെ ഒരുപാടായിട്ട് മീനുകളുണ്ട്. ഒരുപാടായിട്ട് മീൻ മാത്രമല്ല, ഒരുപാട് പേർഷ്യൻ ക്യാറ്റൊക്കെ കിടക്കുന്നു. ഒത്തിരിയായിട്ട് മക്കാവോ അല്ലയോ, മക്കാവോ. ഇതൊക്കെ കൊള്ളാം കേട്ടോ. അടിപൊളി സാധനങ്ങൾ. അതിൻ്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് കളിപ്പോൾ. ഞാൻ വിലയൊന്നും ചോദിച്ചില്ല. ഇവിടുത്തെ എല്ലാ ഐറ്റത്തിലും ഓരോ കിളിയെ മേടിക്കണം. നല്ലൊരു കൂടും പണിയണം. നല്ലൊരു കൂടും പണിഞ്ഞിട്ട് ഇതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യണം. ഒരുപാട് കിളികളുണ്ട്. എനിക്കൊരാഗ്രഹം കിളിയെ കൊണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒന്ന് മേടിക്കണമെന്ന്. എന്തായാലും മേടിക്കും. ഇതിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. വലിയ വിലയൊന്നും ഞാൻ ചോദിച്ചില്ല. എന്നിട്ട് അവിടെ നിന്ന് ഒരാൾ പറയുന്നത് കേട്ടോ, ഇതൊക്കെ എന്തോ രസമാണ് കണ്ടോ ആ കിളിയെ കാണാൻ. ഇത്തലേക്ക് 2 മേടിച്ചാൽ അടിപൊളിയാക്കി. അതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയൊന്നുമല്ല. ഇത് കണ്ടോ, ഉടുമ്പ് പോലെ. ഇതിൻ്റെയൊക്കെ എന്താ വിലയാണെന്നറിയാം. വലിയ നീളമുള്ളൊരു 1.5 ലക്ഷം രൂപ വിലയാണ് ആ വലുതിൻ്റെ. ഇവിടത്തേക്ക് 2 ടൈംസായ 4 കിളിയെ മേടിക്കണം. അത് മേടിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും കൂടുതൽ. ഓക്കെ.